ഈശോയ്ക്കും എൻ്റെ മാതാവിനും ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഷാരോൺ. ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത്. ഞാൻ നേരത്തെ കൃപാസനത്തിൽ എൻ്റെ അമ്മയോടൊപ്പം വന്നില്ലെങ്കിലും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ജീവിതത്തിൽ കുറേ പ്രതിസന്ധികളൊക്കെ വന്നത്. ഞങ്ങൾക്ക് ഒരു ബിസിനസ്സായിരുന്നു. ഞങ്ങൾ കോവിഡ് സമയത്താണ് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ആ ബിസിനസ് ഞങ്ങൾ വിചാരിച്ച പോലെ വലിയ നല്ല രീതിയിലൊന്നും പോയില്ല. അതിൻ്റെ പേര് ഞങ്ങൾക്ക് കുറേ ബാധ്യതകൾ വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് വിദേശത്ത് പോകാമെന്നും അതിൻ്റെ വേണ്ട കാര്യങ്ങൾ നോക്കാമെന്നും ഞങ്ങൾ തീരുമാനിക്കുകയും ഞങ്ങൾ കുടുംബമായിട്ട് അതിനുവേണ്ടി ഒരു 6 മാസമായിട്ട് വിദേശത്ത് പോകാൻ ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ IELTS ഒക്കെ കിട്ടിയെങ്കിലും പക്ഷേ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനുള്ള കാര്യങ്ങളൊന്നും റെഡി ആയിരുന്നില്ല. ഓരോരോ തടസ്സങ്ങളായിരുന്നു ഓരോ പ്രാവശ്യവും. അങ്ങനെ മാനസികമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ പെട്ടപ്പം എൻ്റെ വീട്ടിലും എൻ്റെ ആൻറ്റിയൊക്കെ പറഞ്ഞു, കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക, അവിടെ പോയ എല്ലാ കാര്യങ്ങളും സാധിക്കുന്നു. ആദ്യമൊക്കെ ഞാൻ മടിച്ചെങ്കിലും പിന്നെയും ഓരോരുത്തരായിട്ട് പറയുമ്പോൾ എനിക്ക് തോന്നി എൻ്റെ മാതാവ് എന്നെ വിളിച്ചിട്ടായിരിക്കും എനിക്ക് അങ്ങനൊരു എല്ലാവരും എന്നോട് പറയാനൊരു സാഹചര്യമുണ്ട്. കാരണം ഞാൻ കുഞ്ഞിലെ തൊട്ടേ മാതാവിനെ വിളിക്കുകയും ബുധനാഴ്ചകളിൽ ഉപവാസം നോക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഇവിടെ വരികയും ഒരു ഒക്ടോബർ 2, 2022 ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ കുഞ്ഞുമായിട്ട് ഞാൻ ഈ കൃപാസനത്തിൽ വരികയും അന്ന് ഞങ്ങൾ ഉടമ്പടി എടുക്കുകയും വീട്ടിൽ നിൽക്കാനുള്ള സാഹചര്യങ്ങൾ ശരിയല്ലായകയാൽ ഞങ്ങൾ അങ്കിളിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഒക്ടോബർ 2-ാം തീയതി ഞങ്ങൾ വീട് വിട്ട് ഇറങ്ങിയ ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് മാതാവിൻ്റെ തിരുസന്നിധിയിലാണ് ഞങ്ങൾ അഭയം തേടിയത്. ഇവിടുന്ന് ഉടമ്പടി എടുക്കുകയും പിന്നെ അങ്കിളിൻ്റെ വീട്ടിൽ പോയി എറണാകുളത്ത് അങ്കിളിൻ്റെ വീട്ടിൽ പോയി നിൽക്കുകയും പ്രാർത്ഥനയിൽ എന്നും കുടുംബമായിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ പ്രാർത്ഥിക്കുകയും കണ്ണീരൊരുക്കുകയും ഞങ്ങൾ ചെയ്തിരുന്നു. അങ്ങനത്തിൻ്റെ ഫലമായിട്ട് ഉടമ്പടി തീരുന്നതിൻ്റെ ആ ദിവസം എനിക്കും എൻ്റെ കുടുംബത്തിനും വിദേശത്ത് പോകാനുള്ള വിസ ലഭിക്കുകയും ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് തടസ്സങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ മാതാവ് ഞങ്ങളെ കൈവിടില്ല എന്നുള്ള ഒറ്റ വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾക്ക് വിസ വരികയും അതിനുശേഷം പാസ്പോർട്ട് കൈ കിട്ടാതാണ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. കാരണം ഞങ്ങൾക്ക് എത്രയും വേഗം പോകണം. അതുകൊണ്ട് പാസ്പോർട്ട് കൈ കിട്ടിയില്ല. പക്ഷേ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും ഞങ്ങൾക്ക് ഞായറാഴ്ചത്തേക്ക് ടിക്കറ്റ് കിട്ടിയും ശനിയാഴ്ചയാണ് ഞങ്ങൾ പ്രാർത്ഥിച്ച് കണ്ണുനീരൊരുക്കി പ്രാർത്ഥിച്ച് പാസ്പോർട്ട് കൊറിയർ അയച്ച പാസ്പോർട്ട് ഞങ്ങളുടെ കൈ കിട്ടുകയും ഞങ്ങൾ പിന്നെ പോകുന്നതിന് മുമ്പ് ആ പാസ്പോർട്ടുമായിട്ട് ഇവിടെ വരാനൊന്നും പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ മൊബൈലിൽ വിസയുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അത് മാതാവിൽ സമർപ്പിച്ച് വീണ്ടും ഉടമ്പടി എടുത്തിട്ടാണ് ഞങ്ങൾ പോയത്. കാരണം അവിടെ ചെന്നിട്ടും ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. പുതിയ സ്ഥലത്താണ്, ലാംഗ്വേജ് അറിയത്തില്ല. ഞങ്ങൾ യൂറോപ്പിലൊരു ഡെൻമാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ ഇംഗ്ലീഷ് അല്ല, ഡാനിഷാണ് ലാംഗ്വേജ്. അവിടെ ചെന്ന് ജീവിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ വന്ന് വീണ്ടും തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ടാണ് ഞങ്ങൾ വിദേശത്തേക്ക് കയറി പോകുന്നത് കുഞ്ഞുമായിട്ട്. ഞങ്ങൾക്ക് അവിടെ ആരെയും പരിചയമില്ല, ഒരു സഹായത്തിന് പോലും ആരുമില്ല. ഞങ്ങൾ അവിടെ ചെന്നു 3 ദിവസം ഹോട്ടലിൽ താമസിച്ചു. ഞങ്ങളവിടെ ഒരുപാട് കഷ്ടപ്പെട്ടെങ്കിലും മാതാവ് ഞങ്ങളെ കൈവിട്ടില്ല. ഓരോ പ്രതിസന്ധിയെങ്കിലും മാതാവ് ഞങ്ങളെ താങ്ങിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് വീടുകളൊന്നും നോക്കിയിട്ട് വീട് കിട്ടിയില്ല. ഞങ്ങൾ ആ ഹോട്ടലിൽ നിന്ന് മാതാവിനോട് കണ്ണുനീരോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് ഒരു 7 ദിവസത്തേക്കൊരു BNB റെഡിയാവുകയും അവിടെ ഇരുന്ന് കണ്ണുനീരും ഒഴുകി പ്രാർത്ഥിക്കുന്ന ഫലമായി ഞങ്ങൾക്ക് നല്ലൊരു ഭവനം മാതാവ് അവിടെ തന്ന് സഹായിക്കുകയും ചെയ്തു. അവിടെ ലാംഗ്വേജിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് എല്ലാവരും പറഞ്ഞു കട്ടിപ്പണിക്ക് പോകേണ്ടി വരും, ജോലിയൊന്നും കിട്ടാൻ സാധ്യതയില്ല, ജോലി കിട്ടാൻ ഭയങ്കര പാടാണ്. പക്ഷേ ഞങ്ങൾ വിശ്വാസം കൈവിട്ടില്ല. കാരണം ഞാൻ ഇവിടെ ഉടമ്പടി വെച്ചിരുന്നു, എനിക്കൊരു ജോലി, എൻ്റെ ഭർത്താവിനൊരു പാർട്ട് ടൈം ജോലി തന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ എല്ലാം ഇവിടെ ഉടമ്പടിയിൽ മാതാവിൽ സമർപ്പിച്ചിട്ടാണ് കയറിപ്പോയത്. അവിടെ ചെന്ന് ഞങ്ങൾക്ക് ജനുവരി ഞങ്ങൾ ചെന്നു. ജനുവരി എൻഡ് ആയപ്പം എനിക്കൊരു കമ്പനിയിൽ നിന്ന് ഇൻ്റർവ്യൂവിന് ആപ്ലിക്കേഷൻ വന്നു. അതാണ് എൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അനക്കമൊന്നുമില്ല. ഞങ്ങൾ ഒരുപാട് പ്രയാസത്തിലായിരുന്നു. എല്ലാവരും പറഞ്ഞ പോലെ ഇന്ന് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണോ, അപ്പോൾ എല്ലാവരും ഒരുപാട് ഹാർഡ് ജോബിനൊക്കെ ഇങ്ങനെ പോകുമെന്ന് പറഞ്ഞ് പ്രഷർ ചെയ്യുമ്പോഴും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, എൻ്റെ മാതാവ് എന്നെ ഹാർഡ് ജോബിന് വിടത്തില്ല, എനിക്ക് എവിടെന്നെങ്കിലും മാതാവ് ജോലി തരും. ആ വിശ്വാസത്തിലും കണ്ണുനീരിലും എപ്പോഴും ഞാൻ വിശ്വാസ പ്രമാണം സ്വർഗ്ഗസ്ഥനായ പിതാവേ നന്മ പറഞ്ഞ് മറിയമേയും ചൊല്ലിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയും ഉപ്പും തൈലമൊക്കെ തൂത്ത് ഞാൻ വിശ്വാസത്തിൽ ഇങ്ങനെ കാത്തിരുന്നപ്പം ഫെബ്രുവരി 13-ാം തീയതി മാതാവിൻ്റെ ഏകദേശം അടുത്ത ദിവസം തന്നെ എനിക്ക് അവിടെ നിന്ന് ഒരു ലെറ്റർ വരുന്നു. എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്ററായിട്ട് വരുന്നു, മാർച്ച് 1-ാം തീയതി ജോയിൻ ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട്.
അത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഇന്ന് ഞങ്ങൾ അവിടെ ഒരു സാക്ഷികളായിട്ടാണ് ജീവിക്കുന്നത്. കാരണം അങ്ങനെ ജോലി കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. കാരണം ലാംഗ്വേജിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട്. അതൊരു ആ കമ്പനിക്ക് ലാംഗ്വേജ് കുഴപ്പമില്ല, കാരണം അത് ഇൻ്റർനാഷണൽ കമ്പനിയായിരുന്നു. കൂടുതലും IT-കാർക്കൊക്കെയാണ് അവിടെ ജോലിക്ക് സ്റ്റാൻസ് കൂടുതൽ, അവർക്ക് ലാംഗ്വേജിന് പ്രോബ്ലം ഇല്ല. പക്ഷേ എന്നെപ്പോലെ ഒരു MBA-കാർക്ക് ജോലിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാവരും ചോദിച്ചു ഞങ്ങളോട്, ഇതെങ്ങനെ സാധിച്ചു, ഇതെങ്ങനെ നടന്നു, ഇത്രയും ഇവിടെ വന്ന് 2 വർഷവും 3 വർഷമായിട്ടും ജോലി കിട്ടാത്ത ആൾക്കാരുണ്ട്, പിന്നെ എങ്ങനെ ഇത് നടന്നു? അപ്പോഴും ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ഉടമ്പടി എടുത്ത് വന്നതാണ്, ഞങ്ങളുടെ ഈശോയും മാതാവുമാണ് ഞങ്ങൾക്കിതെല്ലാം സാധിച്ചു തന്നതെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഇവിടെ പോകുന്ന മുമ്പ് ഇവിടെ പത്രങ്ങളൊക്കെ എല്ലായിടത്തും കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം ഞങ്ങൾ കുറച്ച് ഇംഗ്ലീഷ് പത്രം മേടിച്ചുകൊണ്ടാണ് പോയത്. അവിടെ ചെന്ന് അവിടുത്തെ പള്ളികളിലും അവിടെ എൻ്റെ ഓഫീസുകളിലും പറ്റുന്ന മലയാളികൾക്കൊക്കെ ഞങ്ങളത് കൊടുത്തു. അങ്ങനെ പക്ഷെ ഞങ്ങൾ ഉടമ്പടി ഞാൻ ഓൺലൈനിൽ പുതുക്കിക്കൊണ്ടേയിരുന്നു. കാരണം ഉടമ്പടിയിലായിരിക്കുമ്പോൾ എനിക്കൊരു പ്രത്യേക ഒരു ധൈര്യമാണ്, ഒരു മാതാവ് കൂടെ ഉണ്ടെന്ന് ഒരു സമാധാനമായിരുന്നു. അതുകൊണ്ട് ഓരോ പ്രാവശ്യവും ഉടമ്പടി ഞാൻ തീരുമ്പം പുതുക്കുകയും എല്ലാ ദിവസവും രാവിലെ മുടങ്ങാതെ ഞാൻ മാതാവിന് കൊടുത്ത പ്രാർത്ഥന, ഉടമ്പടിയിലാണേലും അല്ലേലും എന്നും രാവിലെ 5:30 എണീറ്റ് ഞാൻ പ്രാർത്ഥിക്കുമെന്ന്. പ്രാർത്ഥിക്കുകയും എല്ലാ ബുധനാഴ്ച ഉപവാസം നോക്കുകയും ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ ഞായറാഴ്ച അവിടുത്തെ കാത്തലിക് പള്ളിയിൽ ഞങ്ങൾ പോകാറുണ്ട് കുടുംബമായിട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഭയങ്കര തണുപ്പാണ്, ഡിസംബർ, സ്നോയാണ്, -3 ഒക്കെ വരും. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് സൈനസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. 2-4 ദിവസമായിട്ട് ഭയങ്കര കണ്ണിന് വേദനയായിരുന്നു. കണ്ണിന് വേദനയായപ്പോൾ എനിക്കൊരു പേടി തോന്നി, എന്താ പറ്റി ഇങ്ങനെ 2 കണ്ണും ഭയങ്കര വേദന. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ എണ്ണീറ്റപ്പം തൊട്ട് കണ്ണിൻ്റെ കാഴ്ച മങ്ങാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ എനിക്ക് വളരെ പേടിയായി. കാരണം ഞാൻ ജോലിക്ക് പോയിട്ട് വേണം എൻ്റെ കുടുംബം കഴിയാൻ. അതുകൊണ്ട് കണ്ണില്ലെങ്കിൽ എങ്ങനെ ജോലി ചെയ്യാൻ പറ്റുന്നത്? കാരണം സിസ്റ്റം ബേസ്ഡ് ജോലിയാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനൊക്കെ ആയി. ഞാൻ അന്നേരം തന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അവിടെ ഒരു ഡോക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള കാര്യമാണ്. പക്ഷെ ഞങ്ങൾക്ക് എന്തോ ദൈവത്തിൻ്റെയും മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഭയങ്കരമായിട്ട് കാഴ്ച പൊയ്ക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ് എന്നെ അന്നേരം തന്നെ ഹോസ്പിറ്റലിൽ എമർജൻസി ആയിട്ട് അവിടെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. MRI സ്കാനും എല്ലാം എടുത്തു. പക്ഷേ സ്കാനിങ്ങിലൊന്നും യാതൊരു കുഴപ്പമില്ല. അവർക്ക് തന്നെ അറിയില്ല ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു. അപ്പോൾ അവർ പറഞ്ഞു നെർവിന് നീരാണെന്നാണ് പറഞ്ഞത്. അപ്പം അവരെന്നെ അവിടെ കിടത്തി. അവർ പറഞ്ഞു നമുക്ക് നോക്കാം, ഒരുപാട് ടെസ്റ്റുകൾ നടത്തണം, എന്തെങ്കിലും അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഓൺലൈൻ ഉടമ്പടി അന്നേരം എടുക്കുകയും തൈലം ഉപയോഗിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഞാൻ ഒരു ദിവസം എന്നെ അവിടെ അഡ്മിറ്റ് ആക്കിയുള്ളൂ. പിറ്റേ ദിവസം രാവിലെ തുറന്നപ്പം ഈശോയുടെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് കാഴ്ചശക്തി തിരിച്ചു കിട്ടി. അവർ ചോദിച്ചു ഇതിപ്പോൾ എന്താ പറ്റി ഇത് തിരിച്ചു കിട്ടാൻ? ഞാൻ പറഞ്ഞു എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എനിക്ക് തിരിച്ചു കിട്ടിയതാണെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ എനിക്ക് ഡിസ്ചാർജ് മേടിച്ച് വീട്ടിലേക്ക് വരാനും പിന്നെ അങ്ങനെ ഒരു ഇഷ്യൂ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. പിന്നെ ഞങ്ങളിവിടെ പോയത് ഒരു സ്റ്റുഡൻറ്റ് വിസയിലാണ് പോയത്. ഞങ്ങൾക്ക് 2 വർഷത്തെ വിസയായിരുന്നു. അവിടെ സ്റ്റേ ബാക്ക് കുറവാണ്. അപ്പോൾ 2 വർഷത്തെ വിസയായിരുന്നു അവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എപ്പോഴും ഞങ്ങളിങ്ങനെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, മുന്നോട്ടുള്ള വിസ തന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എൻ്റെ കമ്പനി പറഞ്ഞു, എനിക്കൊരു ദിവസം പറഞ്ഞു ഞങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ അപ്ലൈ ചെയ്തപ്പോൾ ഒരു ദിവസം രാത്രി ഞാൻ കിടന്നുറങ്ങാൻ നേരത്ത് ഞാൻ സ്വപ്നത്തിൽ കാണുക എനിക്ക് വിസ കിട്ടത്തില്ല എന്ന്. അത് കണ്ടപ്പോൾ ഞാൻ ഒരുപാട് സ്വപ്നത്തിൽ തന്നെ കരയുമ്പോൾ എന്നോട് മാതാവ് പറയാം നീ കരയണ്ട, പക്ഷെ നിനക്ക് വിസ കിട്ടും. പക്ഷേ ഇതുവഴിയല്ല നിനക്ക് വിസ കിട്ടാൻ പോകുന്നത്, പക്ഷെ നിനക്ക് വിസ കിട്ടും. അത്രമാത്രം ഒരു സൂചന എനിക്ക് തന്നു. പിറ്റേ ദിവസം എനിക്ക് മെയിൽ വന്നു, എനിക്ക് വിസ കിട്ടിയില്ല. ഞാൻ ഒരുപാട് സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടി മാതാവ് എനിക്ക് സ്വപ്നത്തിൽ കൂടെ ഇൻഫോർമേഷൻ തന്നതാണ്, നിനക്ക് കിട്ടും വിസ, അതെങ്ങനെയെന്ന് പറയുന്നില്ല, നിനക്ക് വിസ കിട്ടും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ വീണ്ടും സ്റ്റുഡൻറ്റ് വിസയ്ക്ക് തന്നെ അപ്ലൈ ചെയ്തു. കാരണം അവിടെ പബ്ലിക്ക് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം പിന്നെ ഒരു കോഴ്സ് ഓൾറെഡി പഠിച്ച ഒരാൾക്ക് വീണ്ടും ഒരു സ്റ്റുഡൻസ് എന്ന് പറയുന്നത് പോസിബിൾ അല്ല. പക്ഷെ ഞങ്ങൾ വീണ്ടും ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തു. ഇവിടുന്ന് കൊണ്ടുപോയ തൈലവും ഉപ്പും ഞാനിങ്ങനെ കുറച്ച് യൂസ് ചെയ്യത്തുള്ളായിരുന്നുള്ളൂ. അപ്പോൾ അതെല്ലാം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതെല്ലാം വെച്ച് ഞങ്ങൾ വിസയ്ക്ക് പോവുകയും എല്ലാം ചെയ്തു. മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് വീണ്ടും വിസ പുതുക്കി കിട്ടി. ഞങ്ങൾക്കിപ്പോൾ അവിടെ 5 വർഷം വരെ നിൽക്കാനുള്ള വിസയാണ് മാതാവ് തന്നിരിക്കുന്നത്. ഇതൊന്നും ഞങ്ങളുടെ കഴിവല്ല, എല്ലാം എൻ്റെ ഈശോയുടെ മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ മാത്രമാണ്. ഞങ്ങൾക്ക് 0 മെറിറ്റാണ്, ഞങ്ങൾക്ക് ഒരു മെറിറ്റും ഇല്ലാത്തവരാണ്. ഈശോയുടെ മാതാവിൻ്റെ അനുഗ്രഹത്തെ മാത്രമാണ് ഞങ്ങൾക്കിപ്പോൾ വിസ കിട്ടിയിരിക്കുന്നത്. അതുപോലെ ഞാൻ ഉടമ്പടി വെച്ചിരുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് സാധിച്ചു തന്നു എൻ്റെ മാതാവ്. എൻ്റെ അനിയന് വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചു, അത് സാധിച്ചു തന്നു. അതൊക്കെ ഞാൻ ഉടമ്പടി വെച്ചിരുന്നതാണ്. എൻ്റെ അനിയനും വിദേശത്ത് പോയി. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഇവിടുന്ന് പോകാൻ നേരത്ത് ഒരുപാട് കടബാധകൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ
എൻ്റെ ഈശോയും മാതാവിനോട് ഞാൻ എപ്പോഴും കടത്തിൻ്റെ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും അത് അടച്ചു തീർക്കാൻ വഴി തുറന്ന് തരണേന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങളുടെ കടബാധ്യങ്ങളെല്ലാം എൻ്റെ ഈശോ ഞങ്ങൾക്ക് തീർത്ത് തന്നു, എൻ്റെ മാതാവ് ഞങ്ങൾക്ക് തീർത്ത് തന്നു. ഞങ്ങൾക്ക് പോകാൻ നേരത്തും പൈസയൊന്നും ഇല്ലായിരുന്നു, ആരോട് ചോദിക്കണമെന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഒന്നിനും ആറും മുമ്പിലും ഒരുപാട് നമ്മളെ ഇട്ട് സ്ട്രഗിൾ ചെയ്യിപ്പിക്കാതെ വീണ് പോകാതെ എപ്പോഴും മാതാവ് ഒരു കയ്യിൽ ഞങ്ങൾ താങ്ങിക്കൊണ്ടിരുന്നു. പിന്നെ പ്രേക്ഷക പ്രവർത്തനം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവർക്കും പത്രം ഇവിടെ കൊടുത്തായിരുന്നു, പിന്നെ വിദേശത്തും കൊടുത്തു. പിന്നെ ഞങ്ങൾ എല്ലാം പറ്റുന്ന രീതിയിൽ പാവങ്ങൾക്ക് സഹായിക്കുകയും പൈസ അയച്ചു കൊടുത്ത് അന്നസദ്യ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നെ ഇപ്പോഴും ഞങ്ങൾ ഉടമ്പടിയിലാണ്. ഇനി മുന്നോട്ട് ഉടമ്പടിയിൽ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന് ഞങ്ങളുടെ ജീവിതം ഇല്ലാതായി പോകുന്ന ഘട്ടത്തിൽ വന്നെടുത്ത് ഞങ്ങളെ ഇത്രയും കൈപിടിച്ച് താങ്ങിയ എൻ്റെ ഈശോയ്ക്കും എൻ്റെ മാതാവിനും 1000 നന്ദി പറയും. പ്രാർത്ഥന ജീവിതം എന്ന് പറയുന്നത് ഞങ്ങൾ കുടുംബമായിട്ട് എല്ലാ ദിവസവും വൈകിട്ട് കുടുംബമായിട്ട് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും എല്ലാ ദിവസവും ഞാൻ മുടങ്ങാതെ ജപമാല ചൊല്ലുകയും ചെയ്യും. അച്ഛൻ്റെ ധ്യാനം എല്ലാ ചൊവ്വാഴ്ച ഓൺലൈനിൽ കൂടും. ചൊവ്വാഴ്ച പറ്റിയില്ലെങ്കിൽ ഞാൻ ബുധനാഴ്ച അച്ഛൻ്റെ ധ്യാനം കൂടാറുണ്ട്. അത് ഇന്ന് വരെ ഞാൻ മുടക്കിയിട്ടില്ല. അതുപോലെ തന്നെ ഉടമ്പടിയിൽ അണ്ണയിലും അല്ലയിലും ഞാൻ എന്നും രാവിലെ 5:30 എണീച്ച് മാതാവിൻ്റെ പ്രത്യക്ഷണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കും, തിരി കത്തിച്ച്. ഞങ്ങൾ എൻ്റെ കുഞ്ഞാണേലും എന്തെങ്കിലും ചെറിയൊരു അസുഖം വരുമ്പോഴത്തേക്ക് മാതാവിൻ്റെ എണ്ണ എടുത്ത് തൂക്കും നെറ്റിയിൽ. അമ്മ ഇത് തൂത്താൽ മതി പോകും എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് ഞങ്ങൾ കുടുംബമായിട്ട് ഈശോയിലും മാതാവിലും വിശ്വസിച്ച് ജീവിക്കുന്നു. ജോഷുവയുടെ പുസ്തകം 24-ാം അധ്യായം തിരുവചനങ്ങൾ 13 അരുളി ചെയ്യുന്നു. നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തന്നു. നിങ്ങൾ ഇന്നിവിടെ വസിക്കുന്നു. നിങ്ങൾ നട്ടുവളർത്താത്ത മുന്തിരിത്തോട്ടത്തിൻ്റെയും ഒലിവ് തോട്ടത്തിൻ്റെയും ഫലം നിങ്ങൾ അനുഭവിക്കുന്നു. തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾ ഏതവസ്ഥയിൽ നിന്ന് ഇവിടെ നിന്ന് വിദേശത്തേക്ക് പോകുന്നു, ഏതവസ്ഥയിൽ തങ്ങളിപ്പോഴായിത്തീർന്നു. പാസ്പോർട്ട് ലഭിക്കാതെ ടിക്കറ്റ് എടുത്ത് അതിൻ്റെ ഉറപ്പ് എന്താണ്? ഉടമ്പടി മാത്രം. പാസ്പോർട്ട് ഇല്ലാതെ ആർക്കും എങ്ങോട്ടും പോകാൻ സാധിക്കില്ല. ടിക്കറ്റ് എടുത്തതിൻ്റെ ആ ഒരു ഉറപ്പ്, അതായത് ഇതിനൊക്കെ ചിലവാകുന്ന പൈസ തങ്ങൾക്ക് പൈസ ഉണ്ടായിട്ടല്ല. ഇവിടെ നിന്ന് പോകുമ്പോഴൊന്നുമില്ല ഞങ്ങൾ സീറോയിൽ നിൽക്കുന്ന വ്യക്തികളാണ്. തിരിച്ചു ചെല്ലാൻ വീടില്ലാതിരുന്നു പോയത് അങ്കിളിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലൊക്കെ ഇതാണ് പരിശുദ്ധ അമ്മയുടെ നടയിൽ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ബോധ്യങ്ങൾ, ആത്മവിശ്വാസം, ആത്മധൈര്യം. കൂടെ ആരുമില്ലെങ്കിലും ദൈവത്തെയാണ് ഞങ്ങൾ കൂടെ കൊണ്ടുപോവുക. ഞാൻ നിന്നോടുകൂടെ വരും എന്നുള്ള ആ വാഗ്ദാനം അത് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇന്ന് ഉടമ്പടി എടുത്ത് തങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു പോകുന്നു. പിന്നീട് അങ്ങോട്ട് പല പ്രാവശ്യമായി ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ തന്നെ ജീവിക്കുന്നു. ലാംഗ്വേജ് ഒന്നും അറിയില്ല, ഇംഗ്ലീഷ് പോലും അല്ല തങ്ങൾ പോയ രാജ്യത്ത് സംസാരിക്കുന്നത്. അപ്പോൾ 3 മാസം ജോലിയില്ലാതെ ഒരു ഹോട്ടലിൽ താമസിക്കേണ്ടി വരുന്നു. ഇങ്ങനെയുള്ള ഓരോ അവസ്ഥകളാണ്, പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായിട്ടുണ്ടാവുകയാണ്. എല്ലാവരും ഏതെങ്കിലുമൊക്കെ പണിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കുമെന്ന് പറയുമ്പോഴും MBA പഠിച്ച തനിക്ക് ഒരു ജോലി കിട്ടും, അതിന് അമ്മ മാതാവിൻ്റെ അടുത്തുള്ള ഉടമ്പടി മാത്രം ഉറപ്പായിട്ട് ഈ മകള് മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. തിരുവചനം പറഞ്ഞതുപോലെ പണിയാത്ത പട്ടണങ്ങൾ, നട്ടുപിടിപ്പിക്കാത്ത മുന്തിരിത്തോട്ടത്തിൻ്റെയൊക്കെ ഫലങ്ങൾ ഇതാണ് ഇന്ന് തങ്ങൾ അനുഭവിക്കുന്നത്. അതാണ് ഈ മക്കൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ പങ്കുവയ്ക്കുന്നത്. തങ്ങൾക്ക് ഒന്നുമില്ലാതിരുന്നിട്ടും തങ്ങളെ എല്ലാം ഉള്ളവരാക്കി ഇവിടെ കൊണ്ടുവന്ന് നിർത്തുവാനായിട്ട് ഈ ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ. മറ്റൊരു നൊവേന പ്രാർത്ഥനയ്ക്ക് ചെയ്യാൻ ഇത് സാധിക്കില്ല. അത് അമ്മയുടെ തിരുനടയിൽ കർത്താവിനോടാണ് ഉടമ്പടി എടുക്കുക. അമ്മ പിന്നീട് നമ്മുടെ ജീവിതത്തെ ഏറ്റെടുക്കുകയാണ്. അമ്മ മാതാവിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥന മാത്രമേ തങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. ജപമാലയും പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും മാത്രം. പിന്നീട് അങ്ങോട്ട് തങ്ങളുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം, ഇതൊക്കെ പിന്നീട് ഈ മക്കൾ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ വഴി ഇല്ലാത്തവൻ്റെ ജീവിതത്തിൽ തെളിഞ്ഞ പുതിയ വഴികളാണ് ഉടമ്പടിയുടേതെന്ന്. അതുകൊണ്ടാണ് പറയുക, ജോർദാൻ നദി വറ്റിക്കാനും
അതുപോലെ തന്നെ ജെറീക്കോ കോട്ടയുടെ സൈനിക ശക്തി തകർക്കാനുമൊക്കെ കൂടെയുള്ളത് സാക്ഷ്യ പേടകമാണ് ഇസ്രായേൽ ജനതയ്ക്ക്. ഇന്ന് വാഗ്ദാന പേടകമായ അമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ ഈ മക്കൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അവർക്ക് കൂട്ടിനുള്ളത് ഉടമ്പടിയുടെ ഉടമ്പടി കാശുരൂപമാണ്. വാഗ്ദാന പേടകമായ അമ്മ മാത്രമാണ് കൂടെയുള്ളത്. അതും കൊണ്ട് മാത്രം യാത്ര ചെയ്ത് ഇന്ന് തിരികെ തങ്ങളുടെ നാട്ടിൽ വന്ന് അമ്മയുടെ തിരുനടയിൽ നിന്ന് സാക്ഷ്യം പറയുമ്പോൾ ഇത് ഉടമ്പടിയുടെ ഫലം മാത്രമാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ അടഞ്ഞ വഴികളോർത്ത് നാം നിരാശപ്പെടേണ്ട എന്ന് തന്നെയാണ് ഓരോ അനുഭവ സാക്ഷ്യങ്ങളും പറയുക. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.